എന്താണ് പ്രദോഷവ്രതം? എന്തിനാണ് നമ്മൾ പ്രദോഷവ്രതം പിടിക്കുന്നത്? പ്രദോഷമെന്നാൽ പാപങ്ങൾ നീക്കം ചെയ്യുന്നതിനും ദുർഗുണങ്ങൾ ഇല്ലാതാക്കുന്നതിനും വേണ്ടി പിടിക്കുന്ന ഒരു വ്രതമാണ് പ്രദോഷവ്രതം. ഹിന്ദുമതപ്രകാരം 13-ാം ചാന്ദ്രദിനം, അതായത് ത്രയോദശി ദിവസത്തിലാണ് പ്രദോഷവ്രതം പിടിക്കുന്നത്. എല്ലാ ചാന്ദ്രമാസത്തിലും 2 തവണയാണ് പ്രദോഷവ്രതം വരുന്നത്. ചന്ദ്രൻ്റെ വളർച്ചാഘട്ടത്തിലും, അതായത് ശുക്ലപക്ഷം, ക്ഷയഘട്ടത്തിലും കൃഷ്ണപക്ഷം എന്നീ സമയങ്ങളിലാണ് പ്രദോഷവ്രതം പിടിക്കേണ്ടത്. നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുന്നതിനും അശാന്തതയിൽ നിന്നും മനസ്സിനെ ശാന്തമാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ഉത്തമ ആത്മീയ വ്രതമാണ് പ്രദോഷവ്രതം. ഭക്തർ പകൽ ഉപവാസം അനുഷ്ഠിക്കുകയും വൈകുന്നേരങ്ങളിൽ ശിവക്ഷേത്രങ്ങൾ ദർശനം നടത്തുകയും വേണം. പ്രദോഷവ്രത സമയത്ത് ഭക്ഷണവും വെള്ളവും ഉപയോഗിക്കാതെ മിക്ക ഭക്തരും കഠിനമായ ഉപവാസം അനുഷ്ഠിക്കുന്നു. എന്നാൽ ഭക്ഷണവും വെള്ളവും പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് സാധിക്കില്ല എങ്കിൽ ലളിതമായ ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. പശുവിൻ പാൽ കൊണ്ട് അഭിഷേകം ചെയ്യുകയും കൂവളത്തില, ശംഖുപുഷ്പങ്ങൾ കൊണ്ട് നിവേദ്യം അർപ്പിക്കുകയും ചെയ്യുന്നത് ശുഭകരമാണ്. മഹാമൃത്യുഞ്ജയ മന്ത്രം 108 തവണ ജപിക്കുന്നതും നല്ലതാണ്. ശിവലിംഗത്തിൽ പാൽ, തേൻ, വെള്ളം എന്നിവ ഉപയോഗിച്ച് അഭിഷേകം നടത്തുകയും നന്ദിയെ ആരാധിക്കുകയും വേണം. പഞ്ചാക്ഷര മന്ത്രമായ ഓം നമഃ ശിവായ മന്ത്രം പല ആവർത്തികൾ ഉരുവിടുകയും വേണം. ത്രയോദശി ദിനത്തിൽ ആചരിക്കുന്ന ഒരു പ്രധാന വ്രതാനുഷ്ഠാനമാണ് പ്രദോഷവ്രതം. സംരക്ഷണം, അഭിവൃദ്ധി, ആത്മീയ വളർച്ച എന്നിവയ്ക്കായി ഭക്തർ ശിവന്റെ അനുഗ്രഹം തേടുന്ന ഈ വ്രതമാണിത്. ഭക്തിപൂർവ്വം പ്രദോഷവ്രതം ആചരിക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും അഗാധമായ നേട്ടങ്ങൾ ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രദോഷസന്ധിയിൽ പരമശിവൻ പാർവതി ദേവിയുടെ മുൻപിൽ ആനന്ദനൃത്തം ആടിയെന്നും സകല ദേവന്മാരും അവിടെ ഒത്തുകൂടിയെന്നും ഐതിഹ്യമുണ്ട്. ദോഷങ്ങളെ ഇല്ലാതാക്കുന്ന ഈ സമയം ശിവപ്രീതിക്കായി ഉത്തമമാണ്. പാർവതി ദേവിയെ സന്തോഷിപ്പിക്കാനായി പരമശിവൻ പ്രദോഷസന്ധ്യയിൽ രത്നപീഠത്തിലിരുന്ന് ആനന്ദനൃത്തം ആടിയെന്നും ഈ നടനം കാണാൻ മഹാവിഷ്ണു, നന്ദികേശൻ, നാരദൻ, അപ്സരസുകൾ, മറ്റ് ദേവാദിദേവകൾ എന്നിവർ ശിവസന്നിധിയിൽ ഒത്തുകൂടിയെന്നും സകല ദേവീദേവന്മാരും സന്തോഷത്തോടെ ഒത്തുചേർന്ന ഈ ശുഭവേള പ്രദോഷസന്ധ്യയായി കണക്കാക്കപ്പെടുന്നു.